ഇവിടെ മീനൊക്കെ ഉണ്ടോ? മീനുണ്ട്, മുതലയുണ്ട്. മുതലയോ? ഒന്ന് ഹായ് ചേട്ടൻ പറഞ്ഞത്. അപ്പൊ അപ്പുറത്ത് വരുന്ന എന്തോ ഇതാണോ നമ്മുടെ അപ്പുറത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ ആ കളർ വന്നേക്കുന്നത്? അല്ല ഒഴുക്കില്ലാത്തതുകൊണ്ടോ? അവിടുത്തെ വെള്ളത്തിന് ഇവിടുത്തെ വെള്ളത്തിന് വ്യത്യാസം ഉണ്ടല്ലോ. ഇവിടെ എന്ന് പറഞ്ഞാൽ പശുവിനെ കൊണ്ടുവന്ന് ഇറക്കി കെട്ടിക്കിടക്കുമല്ലോ, കുറെ നാളായിട്ട് കെട്ടിക്കിടക്കും. ഇവിടെ ഒഴുക്കുണ്ടല്ലേ, ഒഴുക്കുള്ള പോലെ. അവിടെ വല്ലതും ഇത് നടത്തുന്നുണ്ട്, പശുവിനെ വളർത്തുന്നുണ്ട്. അവിടെ നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് ചാടും. ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വരാല്ലേ, പക്ഷെ അത് റിസ്കാ. അതില് വരാൻ പറ്റുന്നുണ്ടെ ഇറങ്ങി വരാം. അല്ലേ നമ്മള് നല്ല രീതിയുണ്ട്. രീതി കുറവാ, ഇത് കുറവാ. ഞങ്ങൾ അവിടെ വരെ ചെന്ന് അവിടെ കുറ്റി അടിച്ചു വെച്ചിരിക്കുന്നു. അതിലെ പിള്ളേർക്ക് പെൺപിള്ളേർക്ക് അവിടെ വരും, അവിടെ നിന്ന് നടന്നു താഴെ വരും. എന്റെ പേരെന്താ? ഭയങ്കര ലവ്. എല്ലാരും വന്നോട്ടോ, പക്ഷെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് വന്നിട്ട് പോണം. ലവ് ആയിട്ടൊക്കെ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് എല്ലാരും പറഞ്ഞു വഴക്കടല്ലോ അവിടെ വന്നിട്ട്. ഇവര് വരാൻ കാര്യം രസമാണ്, മൊബൈൽ വഴി കാണാൻ ഭയങ്കര രസം. അതെ, നമുക്ക് പക്ഷെ നേരിട്ട് കണ്ടപ്പോ ഒന്നും കൂടെ ഭംഗി തോന്നി കേട്ടോ, അടിപൊളിയായിട്ട് തോന്നി. ഇവിടെ വരുമ്പോ അത് ഞാൻ എപ്പോഴും കാണുന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഇതാണ്. ഇത് മൊബൈൽ വഴി കാണുമ്പോൾ നല്ലൊരു ഭംഗിയാ കാണാനൊക്കെ. ഇതെല്ലാം കാണാം. അതുണ്ടാവില്ല. ഞാൻ നിങ്ങൾ പിള്ളേരും അതിന്റെ കയ്യാങ്കളി പിള്ളേരൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടോ? നമുക്ക് തന്നെ പിള്ളേരൊക്കെ എൻജോയ് ചെയ്തിട്ടോ. ലവ് എല്ലായിടത്തും ലവ് അല്ലേ, ലവ് പകരട്ടെ. ചേട്ടന്റെ പേര് ചോദിച്ചില്ല, പേരെന്തോ? ഉമേഷ്. എന്താണ് പരിപാടി? കൃഷിയാണോ? ഒരു പണിയില്ല, ഇങ്ങനെയൊക്കെ തന്നെ. നിങ്ങളുടെ എന്താ പരിപാടി? എനിക്ക് പറഞ്ഞ എനിക്ക് വീടും വരെ ഞങ്ങളൊക്കെ ഇങ്ങനെയാ. അല്ലല്ല, ഒരു വീടും വരെ ഒപ്പിച്ചിട്ട് ഇത് ഞങ്ങൾ സെറ്റാണ് കേട്ടല്ലോ. ഞങ്ങൾ സെറ്റാക്കി ഇങ്ങനെ ചേട്ടന് വീടും വരെയും സെറ്റ് ചെയ്തെന്നാ ചേട്ടൻ പറയുന്നത്. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം. നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള കുറച്ച് മനുഷ്യരെ കാണുന്നത്. ഞാൻ മാത്രമല്ല ഇങ്ങനെ നടക്കുന്നത്. എനിക്ക് വീടും വരെ ഞാനാണെങ്കിൽ വീട്ടിലാണെങ്കിൽ എനിക്ക് അവിടെ കിടക്കപ്പോ തവള അവിടെ കടത്തിക്കത്തില്ല. ഞാൻ വീടും വരെ ഇല്ലാത്ത ഒരു പെരയിലാണ് ഞാൻ കിടക്കുന്നത്. ആൾക്കാരില്ലാത്തൊരു പെര, ആൾ താമസമില്ലാത്തൊരു പെരയിലാണ് കിടക്കുന്നത്. ഇവനാണ് എല്ലാം നോക്കുന്നത്, എല്ലാം സെറ്റ് കമ്പനിയുടെ മാനേജർ. ചാനലിന്റെ പരിപാടിയിലുണ്ടെങ്കിൽ ചാനലുകാരോട് പറഞ്ഞാൽ മതി, ഒരു വീട് മേടിക്കാൻ 4 ലക്ഷം രൂപ കൊടുക്കും. എനിക്ക് പള്ളിക്കാരൻ മേടിച്ചാൽ ഞങ്ങൾക്ക് ചാനലുകാരൊന്നുമില്ല, ഞങ്ങൾ വെറുതെ ക്യാമറ കെട്ടി യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ അവരോട് പറയും. എനിക്ക് ചാനലും കുടം നടക്കുന്നത് നമ്മൾ തന്നെ. ക്യാമറ, ലൈറ്റ്, സൗണ്ട്. 2 ലക്ഷം രൂപ 2 ലക്ഷം അല്ലേ? ഇത് കേൾക്കുക. എവിടെ ചേട്ടൻ സ്ഥലം? ഞാൻ ഇപ്പൊ പള്ളിയുടെ പുറകെ കാണും. പള്ളിയുടെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ മീനുണ്ടോ? ഇപ്പൊ വരും. ഇവിടെ മീനൊക്കെ ഉണ്ടോ? മീനുണ്ട്, മുതലയുണ്ട്. മുതലയോ? ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ മറ്റേ വെള്ളത്തിലൂടെ ഇറങ്ങി മുതലുണ്ട് പറയാൻ കാര്യം. ഈ വെള്ളപ്പൊക്കത്തിന് പണ്ടൊക്കെ വന്ന് വീണ് കാണാം. 1 ലക്ഷം മുതലുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. മുതല കുറച്ച് കഴിയുമ്പോ രാഹുൽ ചാടി നോക്കും. 1 ലക്ഷം രൂപ ഒപ്പിച്ചോ? 1 ലക്ഷം രൂപ അല്ലേ? പൊന്നടാവേ, മേളിന്ന് കൂവി വിളിച്ചപ്പോഴത്തേക്കും ടൈറ്റാനിക് ആണെങ്കിൽ ഇങ്ങനെ നിൽക്കാല്ലേ. നീന്തൽ അറിയാമെങ്കിൽ ഇങ്ങോട്ട് കേറാം. ചേട്ടൻ നീന്തൽ അറിയാവോ? എനിക്ക് നീന്താൻ നോക്കത്തില്ല, ശരീരമെല്ലാം. അല്ല, ഞാൻ പോയത് ഒരു പട്ടി ഇവിടെ ചാടുന്നുണ്ടല്ലോ. വെറുതെ നിന്നപ്പോ ഒരു പട്ടിനെ എടുത്ത് വെള്ളത്തിട്ടു. ഞാൻ പറഞ്ഞേക്ക് എനിക്ക് 1 ലക്ഷം രൂപ ഒപ്പിച്ചു. ആണല്ലേ? ഞങ്ങളിപ്പോ നാരങ്ങ വെള്ളവും വായും ഭക്ഷിച്ചാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ചേട്ടനെ സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും തിരക്കിയിട്ട് സഹായിക്കുക. ഞങ്ങൾക്ക് അതാണ് പറയാനുള്ളത്. എക്കോ അടിക്കുന്നുണ്ട്. നമ്മുടെ ചാനല എവരിഡേ എസ്കേപ്സ് യൂട്യൂബ് ചാനലാണ്. ഇവിടെ നല്ല മുഴക്കം. എന്താ പേരെന്തോ? അവന്റെ അഹമ്മദ്. എന്റെ പേര് അഹമ്മദ്. ഞാൻ രാഹുൽ. ചേട്ടാ വൈകിട്ട് കുറ്റൂരല്ല, ഞങ്ങൾ ആലപ്പുഴ ബീച്ചിനടുത്ത്. ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം. ആലപ്പുഴ തന്നെ, പ്രോപ്പർ ആലപ്പുഴ സിറ്റി. ആലപ്പുഴ സിറ്റി. ചേർത്തല അങ്ങല്ലേ, ഇത് ആലപ്പുഴ സിറ്റി. ആലപ്പുഴ എന്ന് പറയുന്നത് ചാനശ്ശേരി അവിടെ, അത് ചേർത്തിട്ട് വില്ലേജ് ബ്യൂട്ടീസ്. വില്ലേജ് ഞങ്ങള് ചുമ്മാ ചേട്ടന് കുറച്ച് ബുദ്ധിമുട്ടാവും ഞങ്ങൾ വന്നതിന്. കൊള്ളാം. നിങ്ങള് അവിടെ കാണുന്നില്ല, ഇത് ഞങ്ങൾ കണ്ടിട്ടില്ല. ആ ഡോഗ് പോയല്ലേ? 6 ഡോഗ് ആയിരുന്നു. ആ, അവിടെ വിളിച്ചു വരൂ. എന്റെ പേരെന്താ? പട്ടിയുടെ
പട്ടിയുടെ പേര് ഞാൻ ഇട്ടത് മറ്റേ പട്ടി ഒരു പട്ടി അതിന്റെ പേര് ഇതിന്റെ പേര് ജിറ്റിയാ പിന്നെ കുക്കുറു ഉണ്ട്. കുക്കുറു കുക്കുറു ഞാൻ ഇതിനെ ഇക്രു എന്ന് കുക്കുറിനെ വിളിക്കാം നമ്മളൊന്ന് കാണണ്ടേ അവിടെ കടന്നു അത് വിളിക്കാം മറ്റേ ചേട്ടൻ വിളിക്കാം. ഡോഗിന് ഒരു കുക്കുറു ചിലപ്പോ ഞാൻ വെള്ളത്തിൽ ഇട്ടേക്കുന്നത് അങ്ങനെ 2 ഗ്ലാസ് വെറുതെ വഴിയിൽ നിന്ന് പട്ടിനെടുത്ത് വെള്ളത്തിൽ എന്നിട്ട് ആ പട്ടി ഞങ്ങൾ മേളിൽ നോക്കിയപ്പോ ഓർത്ത് ചേട്ടൻ തുണി അലക്കുവാണ്. തുണി അലക്കുന്നതൊക്കെ പട്ടിനെ വെള്ളത്തിൽ മുക്കി ഊരി പിഴിയുന്നു പിഴിഞ്ഞെടുത്ത് അലക്കാൻ ഇട്ട് അവസാനം കുക്കുറു ഓടി. കുക്കുറുവിനെ അത് 2 പ്രാവശ്യം കാരണം രാത്രി അവിടെ കിടന്ന് ചോറി ഒന്നും അവിടെ കിടക്കുന്നവിടെ ഒന്നും ശരിയല്ല. ഞങ്ങള് പയ്യെ ഇവിടുന്ന് ചമ്മക്ഷരയാവുകയാണ്. ആണോ ഇനി വന്ന ആ വഴി തന്നെ തിരിച്ചു കയറാം. അപ്പൊ ഉമേഷ് അണ്ണാ, ഉമേഷ് അണ്ണന് ബൈ ബൈ. നമ്മുടെ എല്ലാവർക്കും ഒരു ബൈ ഹായ് കൊടുത്തേ. ഓക്കെ, അപ്പൊ ഞങ്ങള് ചേട്ടൻ വേറെ വൈബാണ്. വന്ന വഴി കൂടെ തന്നെ തിരിച്ച് ഇറങ്ങാനുള്ള പോക്കാണ്. അപ്പൊ ഞങ്ങളിത് ഇങ്ങനെ നടന്ന് ഇങ്ങനെ കറങ്ങി വണ്ടി മുകളിലാണ്. അപ്പൊ എന്തായാലും അങ്ങോട്ട് നടക്കട്ടെ. അപ്പൊ ഞാൻ താഴെ നിന്നുള്ള ബ്യൂട്ടി ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഒരു ഭംഗി. ഇത് നമ്മുടെ ഭൂതക്കുഴി, പത്തനംതിട്ട ആലപ്പുഴ ബോർഡറിലുള്ള ഭൂതക്കുഴി എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ നമ്മൾ ആ ചേട്ടനോട് മുതലുണ്ടെന്നൊക്കെയാണ് ആ ചേട്ടൻ പറഞ്ഞത്. അതെ, ചേട്ടനോട് പെർമിഷൻ ചോദിച്ചിട്ട് നമ്മൾ എടുത്തോട്ടെ. അത്ര വിശ്വസനീയമൊന്നും അല്ല, അത് മുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല അത് അവിടെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ഓക്കെ ഓക്കെ ബൈ, ഇന്നൊരു ദിവസം വരാം. താങ്ക് യു ഉമേഷ് ചേട്ടാ. ഇവിടെയൊക്കെ മൊത്തം പാറയാട്ടാ, പാറ. എടാ നമ്മള് ആ ചേട്ടനോടല്ലേ പെർമിഷൻ ചോദിച്ചിട്ടാണ് എടുത്തത്. നിങ്ങൾ ആരും നെഗറ്റീവ് ആകരുത്. ആ ചേട്ടൻ അങ്ങനെ കുളിച്ചോണ്ടിരിക്കുക, നമ്മൾ ചോദിച്ചാലും. അച്ചടം പിന്നെ നല്ല വൈബ്. അതെ അതെ, സംസാരിക്കുന്നതൊന്നും നിങ്ങൾ ഇതാക്കണേടാ, അതൊക്കെ അങ്ങനെ സംസാരിക്കുക. അതൊക്കെ ആൾക്കാർ അങ്ങനെ നാട്ടുമ്പുറമൊക്കെ അല്ലേ. ചോദിച്ചപ്പോ കുഴപ്പമില്ല, നിങ്ങൾ എന്താണ് ഇത് വീഡിയോ ഇടുക ചാനലാണെന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഇടും. അപ്പോൾ കുഴപ്പമില്ല, നമ്മുടെ നാട്ടുകാരൊക്കെ കാണുന്നവരൊക്കെ ചേട്ടനെ സപ്പോർട്ട് ചെയ്തേക്കണം. പാവമാണെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ ചേട്ടനെ സപ്പോർട്ട് ചെയ്തേക്കണം. നമ്മൾ ഓരോ സ്ഥലത്തും വരുമ്പോൾ ഓരോ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് നമുക്കറിയത്തില്ല. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ടാറ്റാ ബൈ ബൈ. കാനനപാത കയറുവാണ്. ഇനി അങ്ങോട്ടുള്ള വഴി ഇച്ചിരി ടാസ്ക് ആണ് കേട്ടോ. ഇങ്ങോട്ട് ഇറങ്ങി വന്ന പോലെ തിരിച്ച് കയറുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇറങ്ങാൻ എളുപ്പമല്ലേ, കയറാനാണ് പാട്. ഈ ഒരു ഇതിൽ കൂടെ ആകെയുള്ള ആശ്വാസം ഇത്തിരി തണലുണ്ട്. അതെ, മേലുള്ളത് ഇറങ്ങി കയറ്റോ. ഈ വഴിയൊക്കെ ഇങ്ങനെ കയറണം. എൻ്റെ അളിയാ, ഞാൻ മറ്റേ പാണ്ഡവൻപാറ കയറുന്ന വീഡിയോക്കകത്ത് പട്ടി അണയ്ക്കുന്ന കണക്ക് വരുന്നു. ഇതിന് വീഡിയോ നോക്കുമ്പോഴേ അറിയത്തുള്ളൂ എന്താണ് എൻ്റെ അവസ്ഥ. എന്താ ഇങ്ങോട്ടൊക്കെ കാടാണ്ട, ഇങ്ങനെ കാട്, ഇങ്ങോട്ടൊക്കെ കാട്. നമ്മൾ വന്ന വഴി ഇതാ, വഴി കാണാൻ പറ്റത്തില്ല, ചെറിയ വഴിയുണ്ട്. ഇങ്ങനെ പോവാം. എന്താണെന്നറിയത് നമ്മൾ വരുന്ന വഴിയൊക്കെ ഇങ്ങനത്തെ വഴിയാണ് ഒന്ന് പെടുന്നത്. പിന്നെ കയറിയൊക്കെ പണ്ടേ നമുക്ക് വീക്ക്നെസ് എന്ന് പറയുന്ന കണക്ക് ഇങ്ങനെ കയറണം. ഇങ്ങോട്ടൊക്കെ കുഴിയാണ്. ഇങ്ങോട്ടൊക്കെ അതാണ് പറഞ്ഞത്, ഫാമിലി ആയിട്ടൊന്നും വരുന്നവർ ഇങ്ങോട്ട് കയറില്ല. ചെയ്യണ്ട, ഇങ്ങോട്ടൊക്കെ നൈസ് കുഴി. ഇവിടെ ഒരു കഠിനമായ കയറ്റമുണ്ട്. ഈ കയറ്റമാണ് നേരത്തെ കാണിച്ചത്. എവിടെയെങ്കിലും പിടിച്ച് കയറണം. എൻ്റെ ഇടത്തേക്ക് വയ്യ ഗൈസ്, പിടിച്ച് കയറാം. അയ്യോ, ഇവിടെ ഇച്ചിരി തെന്നിക്കഴിഞ്ഞാൽ ആ താഴ്ചയിലോട്ട് മുൾച്ചെടിയാണ്. ഫുള്ള് മുൾച്ചെടികൾ തന്നെ പോകണ്ടെന്ന് പറഞ്ഞ് വലിച്ചു മുൾച്ചെടികൾ അള്ളിപ്പിടിക്കുന്നു. എന്നെ വിട്ട് പോകരുത്, പോകണ്ടെന്ന് പറഞ്ഞു വലിച്ചു പിടിക്കും. ഇവിടെയൊക്കെ പാറ കാണാം, ഇവിടെയൊക്കെ പാറ. ഇനി
പാറയിൽ കൂടെ കയറണം. മഴയൊക്കെ പെയ്ത് കിടക്കുവാണെങ്കിൽ നല്ല റിസ്ക് ആയിരിക്കും. പാറയിൽ അകലിൽ പിടിച്ച് കയറുക. ഇവിടുന്ന് അങ്ങോട്ട് നിരപ്പായ സ്ഥലമാണ്. സത്യം പറഞ്ഞാൽ ആ പച്ചപ്പും ആ പ്രകൃതി ഭംഗിയും നമ്മൾ ഇറങ്ങി എടുത്ത് റിസ്ക് എടുത്ത്. പക്ഷെ അത് കൊള്ളാം. നമ്മൾ ഇറങ്ങിയ വഴി എത്തിയിട്ടുണ്ട്. ഇനി വണ്ടി എടുക്കുന്ന സ്ഥലത്തോട്ട് പോട്ടെ. അപ്പോൾ ഞങ്ങൾ വണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് എത്തി. പട്ടിയാണെങ്കിൽ നമ്മളെ കാണിക്കുക. കുത്തനുള്ള മലമായിരുന്നു ഈ ഫോൺ കൂടിയോട്ട് പോയിട്ട്. രാവിലെ തന്നെ എനർജിയൊക്കെ വീണ്ടെടുത്ത്. അതെ, കുറെ കലോറിയൊക്കെ പോയി. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ കൊടുക്കണം. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. കാണുന്നവരൊക്കെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ പേര് മറക്കണ്ട, എവരിഡേ എസ്കേപ്സ്. അപ്പൊ എന്തായാലും ബൈ.